കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഉയർന്ന സർക്കാർ പ്രതിനിധി പാകിസ്ഥാൻ സന്ദർശിക്കുകയാണ്. 15-16 തീയതികളിലാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാൻ സന്ദർശനം നടത്തുന്നത്. എസ് ജയശങ്കറിന്റെ ആദ്യ പാകിസ്ഥാൻ സന്ദർശനമാണെന്ന പ്രത്യേകത കൂടിയുണ്ട്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ അതായത് SCO സംഘടിപ്പിക്കുന്ന ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് വിദേശകാര്യമന്ത്രി പാകിസ്ഥാനിലേക്ക് പോകുന്നത്. ഒരു മാസം മുൻപ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗത്തിന് പിന്നാലെ എസ് ജയശങ്കർ രാജ്യത്തിന് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാക് ഭീകരവാദ നയത്തെക്കുറിച്ച് സംസാരിച്ച ജയശങ്കർ അയൽരാജ്യത്തിന്റെ ദുഷ്പ്രവൃത്തികൾക്ക് ഉറപ്പായും അനന്തരഫലങ്ങൾ ഉണ്ടാവുമെന്ന മുന്നറിയിപ്പും നൽകിയിരുന്നു. ജമ്മു കാശ്മീർ വിഷയം UN ജനറൽ അസംബ്ലിയിൽ ഉന്നയിച്ച ഷഹബാസ് ഷെരീഫിന്റെ പ്രധാന ആവശ്യം പ്രത്യേക പദവി തിരികെ കൊണ്ടുവന്ന് കശ്മീരിൽ ഹിതപരിശോധന നടത്തണമെന്നായിരുന്നു. കശ്മീർ വിഷയത്തിൽ ഇന്ത്യ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് പറഞ്ഞ ഷെരീഫ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരവാദി ബുർഹാൻ വാനിയെ ന്യായീകരിക്കുകയും ചെയ്തു. ഇതിനെതിരെയാണ് ഇന്ത്യ ശക്തമായ ഭാഷയിൽ തിരിച്ചടിച്ചിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ ഇന്ത്യൻ പ്രതിനിധി ഭാവിക മംഗളാനന്ദവും പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകിയിരുന്നു. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ ആദ്യ സെക്രട്ടറിയായ ഭാവിക മംഗളാനന്ദൻ അതിർത്തി കടന്നുള്ള ഭീകരതയെ ഒരു ഭരണകൂട നയമായി ഉപയോഗിച്ച പാക് ചരിത്രം വിവരിച്ചായിരുന്നു രൂക്ഷ വിമർശനം നടത്തിയത്. ലോകമെമ്പാടുമുള്ള നിരവധി ഭീകരാക്രമണങ്ങളിലും പാകിസ്ഥാന്റെ കയ്യൊപ്പുണ്ടെന്നും ഭാവിക പരിഹസിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെ പാകിസ്ഥാൻ സന്ദർശനം. ചൈനയുടെയും റഷ്യയുടെയും നേതൃത്വത്തിൽ 2001 രൂപീകരിച്ച സംഘടനയാണ് SCO അഥവാ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രാദേശിക സഹകരണ കൂട്ടായ്മയാണിത്. ബദ്ധശത്രുക്കളായ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ചൈനയുടെയും നേതാക്കൾ ഒന്നിച്ച് ഒരു മേശയ്ക്ക് ചുറ്റുമിരിക്കുമെങ്കിൽ അത് സംഭവിക്കുന്ന അപൂർവം അവസരങ്ങളിലൊന്നാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ യോഗം. 2017 മുതൽ ഇന്ത്യ ഈ ഓർഗനൈസേഷനിൽ പൂർണ്ണ അംഗമാണ്. ചൈനീസ് റഷ്യൻ താൽപ്പര്യങ്ങൾക്ക് പുറത്ത് കെട്ടിപ്പടുത്തതാണെങ്കിലും പാശ്ചാത്യ വിരുദ്ധ ചേരിയെന്ന് വിലയിരുത്തുമ്പോഴും സംഘടനയോട് അടുത്ത് പ്രവർത്തിക്കുന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചു വരുന്നത്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റൊരു കൂട്ടായ്മയെക്കുറിച്ച് കൂടി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക എന്നീ 4 രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ക്വാഡ്. ഏഷ്യ പസഫിക് മേഖലയിലെ തന്ത്രപ്രധാനമായ സുരക്ഷയും പരസ്പര സഹകരണവും ഒരുമിച്ച് ചർച്ച ചെയ്യുന്ന ഈ 4 രാജ്യങ്ങളുടെ അനൗപചാരിക വേദിയാണിത്. ഏഷ്യ പസഫിക് മേഖലയിൽ സമുദ്ര സുരക്ഷ ശക്തമാക്കുകയാണ് ഈ സംഘത്തിന്റെ ലക്ഷ്യം. ചൈനയുടെ സാമ്പത്തികവും തന്ത്രപരവുമായ സ്വാധീനം കുറയ്ക്കുകയാണ് സത്യത്തിൽ ക്വാഡിന്റെ ലക്ഷ്യം. ചൈനയുമായി മത്സരിക്കുന്നതിന് സാമ്പത്തികവും സൈനികവുമായ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ഇത് ഇന്ത്യയെ സഹായിക്കുന്നുവെന്നാണ് ക്വാഡ് ഇന്ത്യക്ക് പ്രധാനമായി വരുന്നത്. 2004 ജപ്പാനും ഇന്ത്യയും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ സുനാമിയിൽ കൊല്ലപ്പെട്ടതോടെയാണ് ക്വാഡ് രൂപീകരിക്കുന്നത്. ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ ചേർന്ന് നിരവധി രാജ്യങ്ങളെ സഹായിക്കാൻ ഒരു സംഘം രൂപീകരിക്കുകയായിരുന്നു. ഇതാണ് പിന്നീട് ക്വാഡായി മാറിയത്. ഔപചാരികമായി ഗ്രൂപ്പ് രൂപീകരിക്കാനുള്ള മുൻകൈയെടുത്തത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആയിരുന്നു. 2007 ഔപചാരികമായി ക്വാഡ് രൂപീകൃതമായത്. എന്നാൽ ഒരു വർഷത്തിന് ശേഷം ഓസ്ട്രേലിയ ഗ്രൂപ്പിൽ നിന്ന് പിന്മാറുകയും പിന്നീട് ഒരു ദശാബ്ദത്തോളം അത് നിർത്തിവെക്കേണ്ടതായി വന്നു. രണ്ടാമത് ക്വാഡ് സജീവമാകാൻ ഒരു കാരണവുമുണ്ട്. അത് ചൈനയുമായുള്ള ഓസ്ട്രേലിയയുടെ ബന്ധം വഷളായതാണ്. പറഞ്ഞു വരുന്നത് ആഗോളതലത്തിലെ 2 വമ്പൻ ശക്തികൾ നേതൃത്വം കൊടുക്കുന്ന സംഘടനയിൽ ഇന്ത്യ ഉണ്ട് എന്നതാണ്. ഇതിന്റെ അർത്ഥം ഇന്ത്യയുടെ പരമ്പരാഗത വിദേശ നയമായ ചേരിചേരാ നയത്തിൽ നിന്നും മാറ്റം വന്നു എന്നത് തന്നെയാണ്. ഇതിനോടൊപ്പം ജിയോ പൊളിറ്റിക്കൽ മേഖലയിൽ ഇന്ത്യയുടെ സ്വീകാര്യത വർദ്ധിച്ചിരിക്കുകയാണ്. റഷ്യ സന്ദർശനത്തിന് പിന്നാലെ ഉക്രൈനിലേക്ക് നേരിട്ട് പോകാനും അതേപോലെ ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്ന മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിലും ഇന്ത്യക്ക് നിർണായക റോളുണ്ട്. ഇന്ത്യയുടെ ഈ മാറ്റം കോടിക്കണക്കിന് പ്രവാസികൾക്കും രാജ്യത്തിനൊട്ടാകെയും ഗുണകരമായി മാറുമെന്ന് പ്രതീക്ഷിക്കാം.